കല്യാണമേ, വാ മോളെ. അതൊക്കെ എടുത്തോളൂ. മോൾ അനങ്ങാതെ കിടക്കണം കേട്ടോ. കല്യാണമേ, കുഞ്ഞിന് കുടിക്കാൻ പാല് കൊടുക്കാമല്ലോ. പിന്നെന്താ? നമ്മുടെ നായ്ക്കുട്ടി എന്ത്? അത് ചത്തുപോയി മോളെ. പാവം, അതറിഞ്ഞുകൊണ്ടല്ലല്ലോ എന്നെ കടിച്ചത്. ഡാഡി, ആന്റി വന്നില്ലെങ്കിൽ ഞാനും നായ്ക്കുട്ടിയെ പോലെ ചത്തുപോകുമായിരുന്നല്ലോ. ആന്റി എന്നെ മമ്മിയെ പോലെയാ നോക്കിയത്. ഞാൻ ആന്റിയെ മമ്മിയെ വിളിച്ചോട്ടെ? ആന്റി എന്ന് വിളിച്ചാ മതി. മോളെ, ആന്റി പോയിട്ട് വരാം. ആന്റി പോവാണോ? പോട്ട് മോളെ, ആന്റിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ആന്റി പോകരുത്. കുറച്ചധികം ദിവസമായില്ലേ ആന്റി വന്നിട്ട്. ആന്റി പോയിട്ട് വരാം മോളെ. വരട്ടെ സാർ. പാല് കൊടുക്ക്. ഡാഡി, ആന്റിയെ കാറ് കയറ്റി വിട്ടിട്ട് വരാം. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി രാവും പകലും ഊണും ഉറക്കവും ഇല്ലാതെ വളരെ ദിവസങ്ങളോളം ഷീല കഷ്ടപ്പെട്ടു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. Sir, on personal grounds, I am resigning my job. Kindly treat this as my resignation and oblige. Thanking you. Yours faithfully, Sheila. ജോലി രാജിവെക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? ഞാനാണ് അതിന്റെ കാരണമെന്ന് എനിക്കറിയാം. എന്റെ ശ്രീമോൾക്ക് ഒരമ്മയെ കിട്ടും എന്നുള്ള സ്വാർത്ഥത കൊണ്ട് ഞാനത് പറഞ്ഞു പോയതാണ്. പ്ലീസ് ഫോർഗെറ്റ് ഇറ്റ്. ഞാൻ കാരണം ഷീല ജോലി രാജിവെക്കരുത്. സർ, ഞാൻ വീട്ടിൽ ചെന്നാൽ ഉടനെ എന്റെ വിവാഹ നിശ്ചയം നടക്കും. ഞാൻ ക്ഷണക്കത്ത് അയക്കും. സാറും ശ്രീമോളും വിവാഹത്തിന് വരണം. തീർച്ചയായും വരും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ദേവി, എന്റെ ശ്രീമോളെ രക്ഷിച്ചതിന് നിനക്ക് നന്ദി. ചേട്ടാ, ഷീലയോ? ആ കുഞ്ഞിന്റെ അസുഖമൊക്കെ മാറി വീട്ടിൽ കൊണ്ടുപോയോ? കൊണ്ടുപോയി. വരുന്ന വഴിയായിരിക്കും. അതെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്പം നീരസത്തോടെയാണല്ലോ അവിടുന്ന് പോകുന്നത്. ആ പിണക്കമൊക്കെ മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പിണക്കമോ?
എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. കുഞ്ഞുനാൾ മുതലേ ഞാൻ കാണുന്ന മനസ്സല്ലേ. വഴക്കു കൂടുമ്പോ പിണങ്ങാനും സ്നേഹം വരുമ്പോ ഇണങ്ങാനും അധിക സമയം വേണ്ടെന്ന് എനിക്കറിയാം. ആ, യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയല്ലേ, ഒരു കപ്പ് ചായ കുടിക്കാം. അമ്മണിക്കുട്ടി, അമ്മണിക്കുട്ടി. ഷീലയ്ക്ക് പരിചയം കാണില്ല. അമ്മണി എന്റെ ഭാര്യയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇതാണ് ഷീല, ഞാൻ താലി കെട്ടാനിരുന്ന എന്റെ മുറപ്പെണ്ണ്. മറ്റു വിവരങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. ആ, നീ ചെറുപ്പമല്ലേ, വിവാഹത്തിന് ഇനിയും സമയമുണ്ട്. എനിക്ക് ഏജ് ഓവറായി. ഞാൻ ഇനിയും കാത്തിരുന്നാൽ എനിക്ക് ആര് പെണ്ണ് തരും? അമ്മണിക്കുട്ടി, ഷീലയ്ക്ക് ചായ എടു. എനിക്കൊന്നും വേണ്ട. തെറ്റെന്റേതാവാം, നിന്റേതാവാം. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് ശരിയാകണമെന്നില്ലല്ലോ. നീ പറയാറുണ്ടല്ലോ, മൃഗങ്ങളുമായുള്ള സഹവാസം കൊണ്ട് മനുഷ്യന്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോകുമെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കാം. എന്നോടിത് വേണമായിരുന്നോ ചേട്ടാ?